ഹലോ. RRB അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റ് പരീക്ഷയ്ക്ക് CBT 2 വരുന്ന ഒരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ് എഞ്ചിനീയറിംഗ് ഡ്രോയിങ് അല്ലെങ്കിൽ ഗ്രാഫിക്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ടോപ്പിക്കിലെ കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. എഞ്ചിനീയറിംഗ് ഡ്രോയിങ് രണ്ടാമത്തെ സ്റ്റേജ് CBT 2 വരുന്ന ഒരു ഏരിയയാണ്. പ്രത്യേകിച്ചും സെക്കൻഡ് സ്റ്റേജ് വരുമ്പോൾ എല്ലാവരും ശ്രദ്ധിക്കേണ്ട രണ്ട് കാര്യങ്ങളൊന്ന് എഞ്ചിനീയറിംഗ് ഡ്രോയിങ്ങും അതുപോലെ ബേസിക് സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് എന്ന് പറയുന്ന ടോപ്പിക്കുണ്ട്. അപ്പോൾ ഈ രണ്ട് ടോപ്പിക്സും സെപ്പറേറ്റ്ലി നമ്മൾ ഫസ്റ്റ് സ്റ്റേജിൽ പഠിച്ചതല്ലാത്ത കണ്ടന്റ് വരുന്നത്. അതുകൊണ്ട് തന്നെ ഒരുപാട് ആൾക്കാർക്ക് ഈ ഒരു കണ്ടന്റിൻ്റെ അവൈലബിലിറ്റി കുറവാണെന്ന് എന്നോട് പറഞ്ഞിരുന്നു. അപ്പോൾ അങ്ങനെ കുറച്ച് ക്ലാസ്സസ് ആണ് നമ്മൾ പ്ലാൻ ചെയ്യുന്നത്. അപ്പോൾ CBT 2 വേണ്ട എഞ്ചിനീയറിംഗ് ഡ്രോയിങ് ആണ്. അപ്പോൾ ഇന്നത്തെ ചാപ്റ്റർ ഇന്ന് നമ്മൾ ആദ്യത്തെ ഒരു ഭാഗം നമ്മൾ ഇതിനകത്ത് പഠിക്കേണ്ട ഏറ്റവും ആദ്യത്തെ ഒരു ഭാഗം ഡ്രോയിങ് ഇൻസ്ട്രുമെൻറ്റ്സ് എന്ന് പറയുന്ന ഈ ഒരു ഭാഗമാണ് നമുക്ക് കവർ ചെയ്യേണ്ടത്. പ്രത്യേകിച്ചും ഈ എഞ്ചിനീയറിംഗ് ഡ്രോയിങ്ങിനകത്ത് എന്തൊക്കെയാണ് പഠിക്കേണ്ടതെന്ന് ചോദിച്ചാൽ ഒന്നാമത്തെ കാര്യം ഡ്രോയിങ് ഇൻസ്ട്രുമെൻറ്റ്സ് നമുക്ക് പഠിക്കാനുണ്ട്. ഇൻസ്ട്രുമെൻറ്റ്സ് അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. അതുപോലെ നമുക്ക് പഠിക്കാനുള്ളതാണ് ലൈൻസ്, ടൈപ്സ് ഓഫ് ലൈൻസ്, ഏതൊക്കെ തരത്തിലുള്ള ലൈനുകളാണുള്ളത്, ആ ഓരോ ലൈൻസും എവിടെയാണ് ഉപയോഗിക്കുന്നത്. അതുപോലെ ലെറ്ററിങ്, അതായത് നമ്മൾ ഒരു ഫിഗർ വരയ്ക്കുമ്പോൾ എഞ്ചിനീയറിംഗ് ഗ്രാഫിക്സിനകത്ത് നമ്മൾ ഒരു ഫിഗർ ഒരു പിക്ചർ അല്ലെങ്കിൽ ഒരു ഡ്രോയിങ് വരയ്ക്കുമ്പോൾ അതിനകത്ത് ലെറ്ററിങ്ങിനകത്തുള്ള റൂൾസ് എന്തൊക്കെയാണ്, ഏത് ഡയമെൻഷനിലാണ് വേണ്ടത്, എങ്ങനെയാണ് ലെറ്ററിങ് ചെയ്യേണ്ടത്. അതുപോലെ ഡയമെൻഷനിങ്, നമ്മൾ ഓരോന്നിൻ്റെയും ലെങ്ത്ത്, ബ്രെഡ്ത്ത്, ഇതിൻ്റെയൊക്കെ മെഷർമെൻറ്റ് കൊടുക്കുമ്പോൾ നമ്മൾ ഡയമെൻഷൻ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഇത് അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ് ലൈൻസ്, ലെറ്ററിങ് ആൻഡ് ഡയമെൻഷനിങ്. ഇനിയും ഇത് കൂടാതെ കുറേ കാര്യങ്ങൾ സ്ഥിരമായിട്ട് വരാറുണ്ട്. പിന്നെ സ്കെയിൽസിൽ നിന്ന് ചോദ്യം ചോദിക്കാറുണ്ട്, അല്ലെങ്കിൽ റെപ്രസെൻറ്റേറ്റീവ് ഫാക്ഷൻ എന്ന് പറയും. അതായത് നമ്മുടെ ഡ്രോയിങ്ങും അതുപോലെ തന്നെ ആക്ച്വൽ ഒബ്ജക്റ്റും തമ്മിലുള്ള റേഷ്യോ, ഏത് റേഷ്യോയിലാണ് ആ ഒബ്ജക്റ്റിൻ്റെ ഡ്രോയിങ് വരച്ചിരിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട സ്കെയിൽസ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. പിന്നീട് വരുന്ന ഒന്ന് ജോമെട്രിക്കൽ ഫിഗേഴ്സ് ബേസ് ചെയ്ത് ചോദിക്കാറുണ്ട്. ജോമെട്രിക്കൽ ഫിഗേഴ്സ്, അതുപോലെ തന്നെ കോണിക് സെക്ഷൻസ് ഇതിൽ നിന്നൊക്കെ ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. പിന്നീട് നമുക്ക് വേണ്ടത് വ്യൂസ് ആണ്, അല്ലെങ്കിൽ പ്രൊജക്ഷൻസ് ഓർ വ്യൂസ്. പ്രൊജക്ഷൻസും വ്യൂസുമായിട്ട് വരുന്ന കാര്യങ്ങൾ. ഇത്രയും കാര്യങ്ങളാണ് മേജറായിട്ട് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതെന്നാണ് ഞാൻ പറയുന്നത്. മേജറായിട്ട് നമുക്ക് അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റ് CBT 2 വേണ്ടി പഠിക്കാനുള്ള മേജറായിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഇതിനകത്ത് തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, പലപ്പോഴും ഈ ടോപ്പിക്കുകൾ കവർ ചെയ്ത് പോകുമ്പോൾ നമ്മൾ എക്സ്പെക്ട് ചെയ്യാത്ത ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കുന്നത്, അല്ലെങ്കിൽ നമ്മൾ ചിലപ്പം കരുതില്ല ഇങ്ങനത്തെ ചോദ്യമാണോ എന്ന്. അതുകൊണ്ട് തന്നെ ഇതുവരെ ചോദിച്ച ചോദ്യങ്ങളും കൂടെ മനസ്സിലാക്കിയിട്ട് വേണം ഈ ഒരു പാർട്ട് നമ്മൾ പഠിക്കാൻ. പിന്നെ പ്രത്യേകിച്ചും ഈ ഒരു ഏരിയയിൽ നിന്ന് നമുക്ക് എങ്ങനെ പ്രിപ്പയർ ചെയ്യണം എന്ന് മനസ്സിലാക്കാനുള്ള വഴിയെന്ന് വെച്ചാൽ ITIയുടെ ട്രേഡ് ബേസ്ഡ് നിങ്ങൾ പഠിക്കുമ്പോൾ ITIയുടെ സിലബസിൽ അവർക്ക് ഗ്രാഫിക്സ് അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ് ഡ്രോയിങ് എന്ന് പറയുന്ന ഒരു സബ്ജക്റ്റ് ഉണ്ട്. ഈ സബ്ജക്റ്റിലുള്ള കണ്ടന്റ് തന്നെയാണ് നമ്മുടെ CBT 2 പരീക്ഷയ്ക്ക് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. സോ നമ്മൾ പഠിക്കുമ്പം ആ ഒരു ടെക്സ്റ്റ് ബുക്കിനെ ബേസ് ചെയ്ത് പഠിക്കുകയാണെങ്കിൽ നമുക്ക് മാക്സിമം മാർക്ക് സ്കോർ ചെയ്യാം. അതുകൂടാതെ നമ്മുടെ ALP പരീക്ഷയ്ക്ക് ഇതുവരെ ചോദിച്ച ചില ചോദ്യങ്ങളൊക്കെ റെഫർ ചെയ്യുകയാണെങ്കിൽ ഈ ഒരു കാര്യം പഠിക്കുന്നത് വളരെ എളുപ്പമായിരിക്കും. അപ്പോൾ ഇങ്ങനെ ഒരു രീതിയിൽ നിങ്ങൾ സെൽഫായിട്ട് പ്രിപ്പയർ ചെയ്യുന്നവരാണെങ്കിൽ പ്രിപ്പയർ ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ നമുക്ക് ഇന്നത്തെ ഫസ്റ്റ് ചാപ്റ്റർ ആയിട്ടുള്ള ഡ്രോയിങ് ഇൻസ്ട്രുമെൻറ്റ്സ്, ഈ ഒരു ഭാഗം ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഡ്രോയിങ് ഇൻസ്ട്രുമെൻറ്റ്സ് ഫസ്റ്റ് ഒരു ഏരിയയാണ്. നമുക്ക് ഡ്രോയിങ് ഇൻസ്ട്രുമെൻറ്റ്സ് ഒക്കെ അറിയാം. നിങ്ങൾ ഇപ്പം ടെക്നിക്കലായിട്ടുള്ള സബ്ജക്റ്റ് പഠിച്ച ആൾക്കാരാണെങ്കിൽ ITI അല്ലെങ്കിൽ ഡിപ്ലോമ അല്ലെങ്കിൽ BTech ഒക്കെ കഴിഞ്ഞവരാണെങ്കിൽ നിങ്ങൾക്ക് ഡ്രോയിങ് ഇൻസ്ട്രുമെൻറ്റ്സ് ഒക്കെ പരിചിതമായിരിക്കും. ചിലപ്പോൾ എഞ്ചിനീയറിംഗ് ഗ്രാഫിക്സ് എന്ന് പറയുന്ന സബ്ജക്റ്റ് നിങ്ങൾക്ക് നന്നായിട്ട് സ്കോർ ചെയ്യാനും പറ്റിയിരിക്കും. പക്ഷേ ഇവിടെ ചോദിക്കുന്ന ചോദ്യങ്ങൾ ചിലപ്പോൾ നമ്മളെ ചില സമയത്തെങ്കിലും നമ്മളെ കൺഫ്യൂഷൻ ഉണ്ടാക്കും. നമ്മളിപ്പം എക്സാമ്പിൾ പറഞ്ഞ ഈ പെൻസിൽസ് ഒരു ഡ്രോയിങ് ഇൻസ്ട്രുമെൻ്റ് ആണ്, നമ്മൾ വരയ്ക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഇൻസ്ട്രുമെൻ്റ് ആണ്. പക്ഷേ പലപ്പോഴും ചോദിക്കുന്ന ചോദ്യം ഒരുപക്ഷെ ഏറ്റവും ഹാർഡസ്റ്റ് പെൻസിലിന് പല ഗ്രേഡുകളുണ്ട്. അതിൻ്റെ സോഫ്റ്റ്നെസ്സും ഹാർഡ്നെസ്സും ഒക്കെ വെച്ചിട്ട് പല ഗ്രേഡുകളായിട്ട് പെൻസിലിനെ തിരിക്കുന്നുണ്ട്. അപ്പോൾ അതിൽ ഏറ്റവും സോഫ്റ്റസ്റ്റ് ഗ്രേഡ് പെൻസിൽ ഏത്, എത്ര ഗ്രേഡ്സ് പെൻസിലുകളുണ്ട്, എത്ര ഗ്രേഡുകളാണ് പെൻസിൽ ഉള്ളത്, ഏതൊക്കെ ടൈപ്പ് പെൻസിലുകളാണുള്ളത്, ഇങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ ചോദിക്കാം. അല്ലെങ്കിൽ ഈ പറയുന്ന ഡ്രോയിങ് ബോർഡിൻ്റെയൊക്കെ ഡയമെൻഷൻസ്, എത്ര സൈസുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ചോദിക്കും. അതുപോലെ ടി സ്ക്വയറിൻ്റെയൊക്കെ അതിനെ എങ്ങനെയാണ് അത് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത്, എന്തിൻ്റെ സൈസ് വെച്ചിട്ടാണ്, അതിൻ്റെ പാർട്സ്, ഏതൊക്കെ പാർട്സാണ് ടി സ്ക്വയറിനുള്ളത്, അല്ലെങ്കിൽ ഓരോ ഇൻസ്ട്രുമെൻറ്റ് സെറ്റ് സ്ക്വയർ എന്തിനു യൂസ് ചെയ്യുന്നു, പ്രൊട്രാക്ടർ എന്തിനു യൂസ് ചെയ്യുന്നു, ഇങ്ങനെയുള്ള ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ക്വസ്റ്റ്യൻസ് നമുക്ക് ഈ ഡ്രോയിങ് ഇൻസ്ട്രുമെൻറ്റ്സ് ഭാഗത്തു നിന്ന് ചോദിക്കും. അപ്പം ഈ ഒരു ഏരിയ വളരെ സിമ്പിളാണെന്ന് തോന്നുമെങ്കിലും നമുക്ക് പലപ്പോഴും മാർക്ക് സ്കോർ ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള ഏതൊക്കെ ഭാഗങ്ങളാണ് നമ്മൾ പഠിക്കേണ്ടത് എന്നൊരു രീതിയിലായിരിക്കും നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ പോകുന്നത്. അപ്പോൾ നമുക്ക് ഡ്രോയിങ് ഇൻസ്ട്രുമെൻറ്റ്സിലേക്ക് കിടക്കാം. അപ്പോൾ ആദ്യം നമുക്ക് ഇവിടെ കാണുന്ന ഡ്രോയിങ് ബോർഡ്, ടി സ്ക്വയർ, സെറ്റ് സ്ക്വയർ, പ്രൊട്രാക്ടർ, ഫ്രഞ്ച് കർവ്, ലാർജ് കോമ്പസ്, ലാർജ് ഡിവൈഡർ, ബോ ഇൻസ്ട്രുമെൻറ്റ്സ്, പെൻസിൽ, ഡ്രോയിങ് ഷീറ്റ്, ഇത്രയും
കാര്യങ്ങൾ ഞാൻ ഡ്രോയിങ് ഇൻസ്ട്രുമെൻസിൻ്റെ കൂട്ടത്തിൽ ഇവിടെ പറയുന്നുണ്ട്. അപ്പോൾ ഇത്രയും ഇൻസ്ട്രുമെൻസ് ആണ് നമുക്കിവിടെ പഠിക്കേണ്ടത്. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് എഞ്ചിനീയറിംഗ് ഡ്രോയിങ് ഇൻസ്ട്രുമെൻസിൽ ആദ്യം തന്നെ നമ്മൾ ഡ്രോയിങ് ബോർഡ്. എന്താണ് ഡ്രോയിങ് ബോർഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഡ്രോയിങ് ബോർഡ് നമ്മൾ പേപ്പർ വെച്ചിട്ട് വരയ്ക്കുന്നത് ഡ്രോയിങ് ബോർഡിലല്ലേ. ഒരു എഞ്ചിനീയറിംഗ് ഡ്രോയിങ് നമ്മൾ നടത്തുന്നത് ഒരു പേപ്പർ ഫിക്സ് ചെയ്തിട്ട് ആ പേപ്പർ ഫിക്സ് ചെയ്യുന്ന ബോർഡാണ് നമ്മൾ ഡ്രോയിങ് ബോർഡെന്ന് ഉദ്ദേശിക്കുന്നത്, ഡ്രോയിങ് ബോർഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആ ഡ്രോയിങ് ബോർഡ് നമ്മൾ എന്തിന് യൂസ് ചെയ്യുന്നു നല്ലായിരിക്കും ചോദിക്കുന്നത്. ഇവിടെ ചോദിക്കാൻ സാധ്യതയുള്ള രണ്ട് കാര്യങ്ങൾ പറയാം. ഇതിന് മേജറായിട്ടും എങ്ങനെയാണ് ഡ്രോയിങ് ബോർഡിനെ പറ്റിയുള്ള ചോദ്യങ്ങൾ ചോദിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ എഞ്ചിനീയറിംഗ് ഡ്രോയിങ്ങുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അതുപോലെ ഇവിടെ ചോദിക്കുന്നത് ശ്രദ്ധിച്ചു, ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ ഡ്രോയിങ് പേപ്പർ അല്ലെങ്കിൽ ട്രേസിംഗ് പേപ്പർ ഫോർ മേക്കിംഗ് ഡ്രോയിങ്സ്. നമ്മൾ ഡ്രോയിങ് വരയ്ക്കാനുള്ള പേപ്പറിനെ ഫിക്സ് ചെയ്യുന്ന ബോർഡാണ് നമ്മൾ ഡ്രോയിങ് ബോർഡ് എന്ന് പറയുന്നത്. ഇനി അത് എന്ത് വെച്ചാണ് ഉണ്ടാക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സീസൺഡ് വുഡ് സ്ട്രിപ്സ് ഓഫ് അബൌട്ട് 25 mm തിക്നെസ് ഓർ മേസോണൈറ്റ് ഫ്രീ ഫ്രം നോട്ട്സ് ആൻഡ് റാപ്പിംഗ്. ഇങ്ങനെയാണ് സെൻറ്റൻസ് എഴുതിയിരിക്കുന്നതെങ്കിൽ നമ്മൾ അറിയേണ്ട കാര്യം വുഡൻ ബോർഡാണ് കൂടുതലായിട്ടും ഡ്രോയിങ് ബോർഡുകളായിട്ട് യൂസ് ചെയ്യുന്നത്. അതിൻ്റെ വുഡിൻ്റെ സ്ട്രിപ്പുകൾ ചേർത്തിട്ട് അതിനെ ബാറ്റൻസ് കൊണ്ട് ഇവിടെ കാണുന്നുണ്ട്. ബാറ്റൻസ് എന്ന് പറയുന്ന നെക്സ്റ്റ് ഒരു വുഡൻ പാർട്ട് കൊണ്ട് ഇതിനെല്ലാം ബന്ധിപ്പിച്ച് പിൻ വെച്ച് ഇവിടെ ഇങ്ങനെ ടൈറ്റ് ചെയ്ത് ഒരു സിംഗിൾ യൂണിറ്റ് ആക്കി മാറ്റിയിരിക്കുന്ന ഈ ഒരു ബോർഡിനെ നമുക്ക് ഡ്രോയിങ് ബോർഡ് എന്ന് പറയാൻ പറ്റും. അപ്പോൾ അതിനകത്തുള്ള മെയിൻ ടേംസ് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചോളുക. ഇവിടെ സ്ട്രിപ്സ് ഓഫ് വുഡ് ഉണ്ട്. ഒരു സ്ട്രിപ്പ്, 2 സ്ട്രിപ്പ്, ഇങ്ങനെ 4-5 സ്ട്രിപ്പ് ഓഫ് വുഡുകൾ ചേർത്താണ് വെച്ചിരിക്കുന്നത്. ഇതിനെ തമ്മിൽ ജോയിൻ ചെയ്യാൻ വേണ്ടി ബാറ്റൻസ് യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ. ബാറ്റൻസ് യൂസ് ചെയ്തിട്ടാണ് ഇതിനെല്ലാം ഒരു സിംഗിൾ യൂണിറ്റ് ആയിട്ട് യൂസ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അതുപോലെ ഈ തടിയുടെ പ്രത്യേകത, ഈ യൂസ് ചെയ്തിരിക്കുന്ന തടിയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇവിടെ കാണാൻ പറ്റും. ഇറ്റ് ഷുഡ് ബി സോഫ്റ്റർ ഇനഫ് ടു അലോ ഇൻസേർഷൻ ആൻഡ് റിമൂവൽ ഓഫ് ഡ്രോയിങ് പിൻസ്. അതായത് നമ്മൾ ഈ ഡ്രോയിങ് ബോർഡ് എടുക്കുമ്പോൾ ആ ഡ്രോയിങ് ബോർഡിൻ്റെ മുകളിൽ നമ്മൾ പേപ്പർ ഫിക്സ് ചെയ്തിട്ട് പിന്നുകൾ കൊണ്ട് 4 സൈഡിലോ അല്ലെങ്കിൽ അതിൽ കൂടുതൽ സൈഡുകളിൽ പിന്നുകൾ കൊണ്ട് കുത്തിയിട്ടാണ് ഇത് നമ്മൾ ഫിക്സ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ യൂസ് ചെയ്യുന്ന ആ ഒരു തടിക്ക് വേണ്ട പ്രത്യേകത എന്താ? ഇറ്റ് ഷുഡ് ബി സോഫ്റ്റർ ഇനഫ് ടു അലോ ഇൻസേർഷൻ ആൻഡ് റിമൂവൽ ഓഫ് പിൻസ്. ഡ്രോയിങ് പിന്ന് ഫിക്സ് ചെയ്യാൻ വേണ്ടി രീതിയിൽ സോഫ്റ്റർ ആയിരിക്കണം. ഓക്കെ, ഇനി അതുപോലെ ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞത് 2 ബാറ്റൻസ് ആർ ഫാസ്റ്റൻഡ് ടു ദ ബോർഡ് ബൈ സ്ക്രൂസ്. 2 ബാറ്റനുകൾ യൂസ് ചെയ്ത് ഈ ബോർഡിനെ സ്ക്രൂ യൂസ് ചെയ്ത് ഫിക്സ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇനി അടുത്തൊരു കാര്യം പറയുന്നത് ശ്രദ്ധിച്ചോളൂ. ദ വർക്കിംഗ് എഡ്ജ് അല്ലെങ്കിൽ എബണി, ഈ ഒരു എഡ്ജ് എന്ന് പറയുന്നത് എന്തായിരിക്കണം? മസ്റ്റ് ബി സ്ട്രെയിറ്റ്. ചിലപ്പോൾ ഇങ്ങനെയുള്ള ചെറിയ ചോദ്യങ്ങളൊക്കെ ആയിരിക്കും നമ്മുടെ പരീക്ഷയ്ക്ക് വരുന്നത്. ചിലപ്പോൾ നമുക്കത് തെറ്റിപ്പോകാൻ സാധ്യതയുണ്ട്. വർക്കിംഗ് എഡ്ജ്, എബണി വർക്കിംഗ് എഡ്ജ്, ഈ സൈഡിലുള്ള ഒരു എബണി വർക്കിംഗ് എഡ്ജാണ് എന്തിനുള്ളത്? ഡ്രോയിങ് ബോർഡിനുള്ളത്. അതെന്തായിരിക്കണം? മസ്റ്റ് ബി സ്ട്രെയിറ്റ്. എന്തിനാണ് അത് സ്ട്രെയിറ്റ് ആയിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സൈഡിൽ കൂടെ ആ സ്ട്രെയിറ്റ് എഡ്ജിന് നേരെ ആയിരിക്കും നമ്മൾ T² പോലെയുള്ള മറ്റ് ഇൻസ്ട്രുമെൻ്റ് വെച്ചിട്ട് ആ പാരലൽ ലൈൻസ് വരയ്ക്കാനൊക്കെ യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ വർക്കിംഗ് എഡ്ജ് അല്ലെങ്കിൽ എബണി മസ്റ്റ് ബി സ്ട്രെയിറ്റ് എന്ന് പറയുന്ന ആ ഒരു പോയിന്റ് നമ്മളൊന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കണം. ഇനി ഈ ഒരു എബണി അല്ലെങ്കിൽ ഈ വർക്കിംഗ് എഡ്ജിന് പാരലി തന്നെ ആയിരിക്കും നമ്മൾ T² മൂവ് ചെയ്ത് സ്ട്രെയിറ്റ് ലൈൻസ് അല്ലെങ്കിൽ പാരലൽ ലൈൻസ് വരയ്ക്കുന്നത്. ഓക്കെ, അപ്പോൾ ഡ്രോയിങ് ബോർഡുമായിട്ട് ബന്ധപ്പെട്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 1-2 പോയിന്റ്സ് ഒന്നുകൂടെ ഞാൻ പറയാം. ഡ്രോയിങ് ബോർഡ് എന്ത് വെച്ചാണ് ഉണ്ടാക്കുന്നത്? സീസൺഡ് വുഡ് സ്ട്രിപ്പ് വെച്ചാണ് ഉണ്ടാക്കുന്നത്. ഓഫ് എബൌട്ട് 25 mm തിക്നെസ്. ഈ എമ്മിന് ഇമ്പോർട്ടൻസ് ഉണ്ട്. ഞാൻ അടുത്ത പേജിൽ ഒരു കാര്യം കൂടെ കാണിച്ചിട്ട് ഞാൻ ആ ഒരു ക്വസ്റ്റ്യൻ ഞാൻ പറയാം. 25 mm തിക്നെസ്. അതിൻ്റെ നോർമൽ തിക്നെസ് എന്ന് പറയുന്നത് 25 mm തിക്നെസ് ആണ് വരുന്നത്. ഈ ഒരു വുഡിൻ്റെ തിക്നെസ് ആണ് പറഞ്ഞത്. ഓക്കെ, വുഡ് സ്ട്രിപ്സ് ആണ്. പിന്നെ അതിനകത്തുള്ള പാർട്ടുകൾ ചോദിക്കുമ്പോൾ വുഡൻ സ്ട്രിപ്സ് ഉണ്ട്, ബാറ്റനുകളുണ്ട്. ബാറ്റനുകൾ കൊണ്ടാണ് ഇത് ഫാസൺ ചെയ്തിട്ട് വെച്ചിരിക്കുന്നത്. ഇനി വർക്കിംഗ് എഡ്ജ് അല്ലെങ്കിൽ എബണി മസ്റ്റ് ബി സ്ട്രെയിറ്റ്. ഒരു എഡ്ജ് നമ്മൾ വർക്കിംഗ് എഡ്ജ് എന്ന് പറയും. ആ എഡ്ജ് വളരെ സ്ട്രെയിറ്റ് ആയിരിക്കണം. T² പോലെയുള്ള ഇൻസ്ട്രുമെൻറ്റ്സ് നമുക്ക് ഫിക്സ് ചെയ്ത് യൂസ് ചെയ്യാൻ വേണ്ടിയാണ്. ഓക്കെ, ഇനി രണ്ടാമത് നമുക്ക് ഈ ഡ്രോയിങ് ബോർഡുമായിട്ട് ബന്ധപ്പെട്ട് അറിയേണ്ടത് അതിൻ്റെ ഡെസിഗ്നേഷൻ ആണ്. അതായത് പല സൈസിലുള്ള സ്റ്റാൻഡേർഡ് ഡ്രോയിങ് ബോർഡ്സ് എന്ന് പറയുമ്പം സ്റ്റാൻഡേർഡ് ഡ്രോയിങ് ബോർഡ്സ് ആർ ഡെസിഗ്നേറ്റഡ് ആസ് പെർ IS 1444 1989 സ്റ്റാൻഡേർഡ്സ്. ഈ സ്റ്റാൻഡേർഡ്സ് അനുസരിച്ചിട്ട് ഡ്രോയിങ് ബോർഡുകൾ നമുക്ക് 4 സെറ്റ് ഓഫ് ഡ്രോയിങ് ബോർഡുകളുണ്ട്. പല സൈസിലുള്ള ഡ്രോയിങ് ബോർഡാണ്. D0 ഡ്രോയിങ് ബോർഡുണ്ട്, D1 ഉണ്ട്, D2 ഉണ്ട്, D3 ഉണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പല സൈസ് പേപ്പറുകളുണ്ട് അല്ലേ. നമുക്കറിയാം നമ്മൾ യൂസ് ചെയ്യുന്ന നോർമൽ A4 പേപ്പർ, A3 പേപ്പർ, A2 പേപ്പർ, A1, A0 ഇങ്ങനെ പല സൈസ് ഓഫ് പേപ്പേഴ്സ് ഉണ്ട്. ഈ ഓരോ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് പേപ്പേഴ്സ് ഫിക്സ് ചെയ്യാൻ വേണ്ടിയാണ് ഈ ഡിഫറെൻറ്റ് ബോർഡുകൾ യൂസ് ചെയ്യുന്നത്. ഈ D0 പേപ്പറിലായിരിക്കും A0,
പേപ്പർ ഫില്ല് ചെയ്യുന്നത് അല്ലെങ്കിൽ ഫിക്സ് ചെയ്യാൻ പറ്റുന്നത്. അതുപോലെ D1 A1, അതുപോലെ D2 ബോർഡിൽ A2 ടൈപ്പ് ഓഫ് പേപ്പർ ആയിരിക്കും ഫിക്സ് ചെയ്യാൻ പറ്റുന്നത്. D3 ബോർഡിൽ A3 പേപ്പർ ആയിരിക്കും ഫിക്സ് ചെയ്യാൻ പറ്റുന്നത്. ഇങ്ങനെ 4 സൈസ് ഇത് 4 സൈസ് ഡ്രോയിങ് ബോർഡുകളാണ് നമ്മൾ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് വേണമെങ്കിൽ ചോദിക്കാം D0 ഡ്രോയിങ് ബോർഡിൻ്റെ ഡയമെൻഷൻ എന്ത്, വാട്ട് ഇസ് ദ ഡയമെൻഷൻ ഓഫ് D0 ഡ്രോയിങ് പേപ്പർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1500 mm × 1000 mm × 25 mm. ഇത് ശ്രദ്ധിച്ചോളുക. 1500 × 1000 × തിക്നെസ് 25 വരുന്നത്. 1500 മില്ലിമീറ്റർ 1000 മില്ലിമീറ്റർ × 25. അപ്പം അതിൻ്റെ ഡയമെൻഷൻ ലെങ്ത് കൂടിയ വിഡ്ത്ത് എത്ര 1500 വരും. അതുപോലെ തന്നെ ലെങ്ത്ത് 1000 വരും. ഇനി അതിൻ്റെ തിക്നെസ് ചോദിച്ചാൽ അതിൻ്റെ തിക്നെസ് 25 mm ആയിരിക്കും വരുന്നത്. ഇത് D0യുടെ. ഇനി അടുത്തത് എത്രയാണ്? D1 സൈസ് ചോദിക്കുമ്പോഴത്തേന് 1000 × 700 × 25 വരും. D0 റൈറ്റിംഗ് ബോർഡിൻ്റെ ചോദിച്ചാൽ ഇവിടെ 1000 വീണ്ടും 1000 ആയി. 1000 × 700 × 25 തന്നെ. 25 തന്നെയാണ് തിക്നെസ് വരുന്നത്. 25 തന്നെയാണ് തിക്നെസ് വരുന്നത്. ഇനി അടുത്തത് ഇവിടെ മാഞ്ഞു പോയി. ഇപ്പോൾ അടുത്ത D2 ബോർഡിൻ്റെ സൈസ് ചോദിച്ചു കഴിഞ്ഞാൽ അത് 700 × 500 × 15 ആണ്. 15 mm ആണ് വരുന്നത് കേട്ടോ. 700 × 500 × 15 mm D2 ബോർഡിൻ്റെ D2 സ്റ്റാൻഡേർഡ് ബോർഡിൻ്റെ സൈസാണ് പറയുന്നത്. ഇനി ലാസ്റ്റ് D3 സൈസ് ബോർഡിൻ്റെ ചോദിച്ചു കഴിഞ്ഞാൽ 500 × 350 × 15. ഇവിടെ ഈ അവസാനം പറയുന്ന D2ൻ്റെയും D3യുടെയും തിക്നെസ് എന്ന് പറയുന്നത് 15 mm ആണ്. ഓക്കെ. ഇനി ഇങ്ങനൊരു ചോദ്യം ചോദിച്ചിട്ടുണ്ട്, തിക്നെസ് ഓഫ് എ ഡ്രോയിങ് ബോർഡ് ഷുഡ് ബി ജനറലി. ഇങ്ങനൊരു ചോദ്യം ചോദിച്ചിട്ടുണ്ട്, തിക്നെസ് ഓഫ് എ ഡ്രോയിങ് ബോർഡ്, ഒരു ഡ്രോയിങ് ബോർഡിൻ്റെ തിക്നെസ് ജനറലി എത്രയായിരിക്കുമെന്നാണ് ചോദ്യം ചോദിച്ചത്. ഉത്തരം എത്രയാണ് നമുക്ക് പറയാൻ പറ്റുന്നത്? 15 മുതൽ 25 mm വരെ. ഇതാണ് ഉത്തരമായിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത്. അപ്പോൾ തിക്നെസ് ഓഫ് എ ഡ്രോയിങ് ബോർഡ് എത്രയായിരിക്കും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റും 15 മുതൽ അതുപോലെ 25 mm വരെ ആയിരിക്കും. ഇനി അതുപോലെ ചോദിച്ചിട്ടുള്ള മറ്റൊരു ചോദ്യമാണ്, ഡ്രോയിങ് ബോർഡ് ഹാസ് എന്ന് പറഞ്ഞിട്ട് ഡാഷ് എബോണി എഡ്ജസ്. എബണി എഡ്ജുകൾ എത്ര എണ്ണം ഉണ്ട്? അതായത് 4 എഡ്ജുകൾ നമുക്കുണ്ടെന്നറിയാം. 4 സൈഡിൽ 4 എഡ്ജുകളുണ്ട്. ഇതിൽ എബണി എഡ്ജസ്, അതായത് സെപ്പറേറ്റ് മെറ്റീരിയൽ വെച്ചിട്ട് സ്ട്രെയിറ്റ് ആക്കാൻ വേണ്ടി ഫാഷൻ ചെയ്ത് ഒരു എഡ്ജ് മാത്രം, നമ്മൾ അതിനെ എബണി എഡ്ജസ് എന്ന് പറയും. അത് നമ്പർ 1 ആയിരിക്കും. ഒരു സ്റ്റാൻഡേർഡ് ഡ്രോയിങ് ബോർഡിന് ഒരു എബണി എഡ്ജ് ആയിരിക്കും ഉള്ളത്. അതായത് ഒരു എഡ്ജ് വളരെ സ്ട്രെയിറ്റ് ആയിട്ട് സെപ്പറേറ്റ് ഒരു മെറ്റീരിയൽ വെച്ച് ഫാഷൻ ചെയ്ത് കറക്റ്റ് സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കാൻ വേണ്ടി ഫിക്സ് ചെയ്ത് വെക്കും. അപ്പോൾ അങ്ങനെ എത്ര എണ്ണം ഉണ്ടെന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരം ഡ്രോയിങ് ബോർഡ് ഹാസ് 1 എബണി എഡ്ജ്. ഓക്കെ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഡ്രോയിങ് ബോർഡുമായിട്ട് ബന്ധപ്പെട്ടാണ് ഇപ്പോൾ പഠിച്ചത്. ഡ്രോയിങ് ബോർഡും അതുമായിട്ട് ബന്ധപ്പെട്ട് അതിൻ്റെ ഡയമെൻഷനുകളും ഡിഫറെൻറ്റ് സൈസുകളും പഠിച്ചു. ഇനി രണ്ടാമത്തത് ടി സ്ക്വയറിൻ്റെ ഷേപ്പ് ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ടി സ്ക്വയർ എന്ന് പറയുന്നത് ടി ഷേപ്പിൽ വരുന്നൊരു ഇൻസ്ട്രുമെൻ്റ് ആണ്. ടി ഷേപ്പിൽ. അപ്പോൾ ഇതിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ അറിയേണ്ട ഇതിൻ്റെ പാർട്ടുകൾ, 2 പാർട്ടുകളാണ് ടി സ്ക്വയറിനുള്ളത്. അതിൻ്റെ ഈ ഒരു സൈഡ്, ഹെഡ് പോലെ ഇരിക്കുന്ന ഈ ഒരു സൈഡിനെ നമ്മൾ സ്റ്റോക്ക് എന്നും പറയും. ഈ സ്ട്രെയിറ്റ് ഇരിക്കുന്ന ഈ ഒരു ഭാഗത്തെ നമ്മൾ ബ്ലേഡ് എന്നും പറയും. സ്റ്റോക്കും ബ്ലേഡും. ടി സ്ക്വയറിനുള്ള 2 പാർട്ടുകളാണ് സ്റ്റോക്കും ബ്ലേഡും. ഈ സ്റ്റോക്ക് അല്ലെങ്കിൽ നമ്മൾ ഇതിനെ വിളിക്കുന്ന പേര് ഹെഡ് എന്ന് വിളിക്കും. സ്റ്റോക്ക് അല്ലെങ്കിൽ ഹെഡ് എന്ന് വിളിക്കും. എന്നാണ് ഇവിടെ എഴുതിയിരിക്കുന്നത് ഹെഡ് ആൻഡ് ബ്ലേഡ് എന്നാണ്. ടി സ്ക്വയറിന് 2 പാർട്ടുകളാണ്, ഹെഡും ബ്ലേഡുമാണ് ഉള്ളത്. അപ്പം അവിടെ പറയുന്ന ഒരു എഡ്ജ് ഉണ്ട്. വൺ ഓഫ് ദ എഡ്ജ് ഓഫ് ദ ബ്ലേഡ് ഈസ് എ വർക്കിംഗ് എഡ്ജ്. ഹെഡിൻ്റെ ഒരു എഡ്ജ് എന്ന് പറയുന്നത് എന്താണ്? വർക്കിംഗ് എഡ്ജ്. ബ്ലേഡിൻ്റെ ഈ ഒരു എഡ്ജ് വെച്ചാൽ നമ്മൾ വർക്ക് ചെയ്യും. നമ്മൾ ഫിഗർ വരയ്ക്കുന്നതും കാര്യങ്ങളും എല്ലാം ഈ ഒരു എഡ്ജ് വെച്ചിട്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മളതിനെ വർക്കിംഗ് എഡ്ജ് എന്ന് വിളിക്കുന്നു. ദ ബ്ലേഡ് ഈസ് സ്ക്രൂഡ് ടു ദ ഹെഡ്. നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ, ഈ ബ്ലേഡ് ഈ ഹെഡിൻ്റെ മുകളിൽ സ്ക്രൂ ചെയ്ത് വെക്കും. കറക്റ്റായിട്ട് 90 ഡിഗ്രി ആംഗിൾ ഉണ്ടാക്കുന്ന രീതിയിൽ. ഈ ഒരു ചോദ്യം വേണമെങ്കിൽ ചോദിക്കാം. ദ ബ്ലേഡ് ഈസ് സ്ക്രൂഡ് ടു ദിസ് ഹെഡ് സച്ച് ദാറ്റ് ദ വർക്കിംഗ് എഡ്ജ് ഈസ് അറ്റ് റൈറ്റ് ആംഗിൾ അല്ലെങ്കിൽ 90 ഡിഗ്രി ടു ദ ഹെഡ്. അതായത് ഹെഡും അതുപോലെ ബ്ലേഡും തമ്മിലുള്ള ആംഗിൾ, അല്ലെങ്കിൽ സ്റ്റോക്കും ബ്ലേഡും തമ്മിലുള്ള ആംഗിൾ എത്ര ആയിരിക്കും എന്ന് വെച്ചാൽ ഇറ്റ് ഈസ് ഓൾവേസ് 90 ഡിഗ്രി. 90 ഡിഗ്രി ആയിരിക്കും ഈ ആംഗിൾ വരുന്നത്. അപ്പോൾ ഇതെങ്ങനെ ഉപയോഗിക്കുന്നതെന്ന് വെച്ചാൽ നമുക്കിപ്പോൾ നേരത്തെ പറഞ്ഞ നമ്മുടെ ഡ്രോയിങ് ബോർഡ് ഉണ്ടല്ലോ, ഡ്രോയിങ് ബോർഡിൽ നേരെ ഈ ഒരു ഹെഡ് ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് വരുന്ന രീതിയിൽ വെക്കും. ഇങ്ങനെ ആയിരിക്കുമല്ലോ ടി സ്ക്വയർ ഇരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഫിക്സ് ചെയ്തുകൊണ്ട് ഈ എബണി എഡ്ജ് ആയിരിക്കും ഈ സൈഡിൽ വരുന്നത്. അതിന് നേരെ ആയിരിക്കും നമ്മുടെ ടി സ്ക്വയർ ഫിക്സ് ചെയ്യുന്നത്. എന്നിട്ട് ഈ ടി സ്ക്വയർ സ്ട്രെയിറ്റ് ആയിട്ട് മുകളിലേക്കും താഴോട്ടും മൂവ് ചെയ്യുന്നതിനനുസരിച്ച് നമുക്കിവിടെ പാരലൽ ലൈനുകൾ വരയ്ക്കാനായിട്ട് ഇത് ഹെൽപ്പ് ചെയ്യും. ഇതാണ് മെയിനായിട്ട് നമ്മുടെ ടി സ്ക്വയറിൻ്റെ ഒരു യൂസ് എന്ന് പറയുന്നത്. ടി സ്ക്വയർ ഈസ് യൂസ്ഡ് വിത്ത് ദിസ് ഹെഡ് അഗെയിൻസ്റ്റ് ദ എബണി എഡ്ജ് ഓഫ് ദ ഡ്രോയിങ് ബോർഡ് ടു ഡ്രോ ഹൊറിസോണ്ടൽ ലൈൻസ്, പാരലൽ ലൈൻസ് ആൻഡ് ടു ഗൈഡ് ദ സെറ്റ് സ്ക്വയേഴ്സ്, സ്റ്റെൻസിൽസ് എക്സെട്ര. മനസ്സിലായോ?
മനസ്സിലായോ? അപ്പോൾ ഇങ്ങനെ പാരൽ ലൈൻസ് വരയ്ക്കാനും അതുപോലെ തന്നെ സ്റ്റെൻസിലുകൾ, സെറ്റ് സ്ക്വയറുകളൊക്കെ ഇവിടെ വരച്ച് നമുക്ക് ആംഗിൾ ഉള്ള ലൈനുകളൊക്കെ വരയ്ക്കാനും ഒക്കെ ഇത് യൂസ് ചെയ്യും. ഈ ഒരു ടി സ്ക്വയർ തന്നെ വെച്ചിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ പാരൽ ലൈൻസ് വരയ്ക്കാൻ പറ്റും. അതുപോലെ തന്നെ ഈ ഒരു ടി സ്ക്വയറിൻ്റെ കൂടെ നമ്മൾ സെറ്റ് സ്ക്വയറുകളോ സ്റ്റെൻസിലുകളോ ഒക്കെ വെച്ചിട്ട് ഇതിന് പാരൽ അല്ലെങ്കിൽ ആംഗിൾസ് ഉണ്ടാക്കുന്ന മറ്റ് ലൈനുകളൊക്കെ വരയ്ക്കാൻ യൂസ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ടി സ്ക്വയറുമായിട്ട് ബന്ധപ്പെട്ട് ചോദിക്കുന്നത്. ഇനി ടി സ്ക്വയറുമായിട്ട് ബന്ധപ്പെട്ട് മറ്റൊരു ചോദ്യം ചോദിച്ചിട്ടുണ്ട്. അതായത് ടി സ്ക്വയർ ഈസ് ഡെസിഗ്നേറ്റഡ് ബൈ എന്നൊരു ചോദ്യം. അതായത് ടി സ്ക്വയർ നേരത്തെ നമ്മൾ പറഞ്ഞ നമ്മുടെ ഡ്രോയിങ് ബോർഡ് ഉണ്ടായിരുന്നല്ലോ. ഡ്രോയിങ് ബോർഡിന് പല പല സൈസുകളുള്ള പല പല ഷേപ്പുകളുള്ള അല്ലെങ്കിൽ D0 D1 എന്ന് പറഞ്ഞ് പല പല സൈസുകളുള്ള ഡ്രോയിങ് ബോർഡ് പറഞ്ഞു. ഇവിടെ ടി സ്ക്വയറിനെ എന്ത് വെച്ചിട്ടാണ് ഡെസിഗ്നേറ്റ് ചെയ്യുന്നത്? ചോദ്യമായിരുന്നു. ടി സ്ക്വയർ ഈസ് ഡെസിഗ്നേറ്റഡ് ബൈ ഡാഷ്. എന്ത് വെച്ചിട്ടാണ് അല്ലെങ്കിൽ എന്തിൻ്റെ ബേസ് ചെയ്തിട്ടാണ് പല തരത്തിലുള്ള ടി സ്ക്വയേഴ്സിനെ നമ്മൾ ഡെസിഗ്നേറ്റ് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ ബൈ ദ ബ്ലേഡ് ലെങ്ത്. ഇവിടെ നമ്മൾ ബ്ലേഡ് കണ്ടല്ലോ, സ്റ്റോക്കും ഉണ്ട് അല്ലെങ്കിൽ ഹെഡും ഉണ്ട് ബ്ലേഡും ഉണ്ട്. ഈ ബ്ലേഡ് ലെങ്ത് അനുസരിച്ചിട്ടാണ് ടി സ്ക്വയറിനെ ഡെസിഗ്നേറ്റ് ചെയ്യുന്നത്. ബ്ലേഡ് ലെങ്ത് ഡിഫറെൻ്റ് ആവുന്നതനുസരിച്ച് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ടി സ്ക്വയേഴ്സ് എന്ന് നമുക്ക് പറയാൻ പറ്റും. അത് ഒരു ചോദ്യമാണ്. ഇങ്ങനെയുള്ള ചെറിയ ചോദ്യങ്ങളാണ് ഇതിനകത്ത് വരുന്നത്. അപ്പോൾ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ടി സ്ക്വയറുകൾ നമുക്ക് നോക്കാം. നേരത്തെ പറഞ്ഞതുപോലെ ടി സ്ക്വയറുകൾ, പലതരത്തിലുള്ള ടി സ്ക്വയറുകൾ, ആ ടി സ്ക്വയറുകളുടെ സൈസ്. ഇവിടെ T0 ടി സ്ക്വയറിൻ്റെ ബ്ലേഡ് ലെങ്ത് ചോദിച്ചാൽ 1500 മില്ലിമീറ്റർ. 1500 മില്ലിമീറ്റർ. ഇത് ഓർമ്മയുണ്ടോ? ഇത് നമുക്ക് റിലേറ്റ് ചെയ്യാൻ എളുപ്പമാണ്. നമ്മൾ എവിടെ യൂസ് ചെയ്യുന്നതായിരിക്കും? നമ്മൾ D0 ബോർഡിൽ, D0 ബോർഡിൻ്റെ വിഡ്ത്ത് എത്ര? 1500 × 1000 വരുന്നു. അപ്പോൾ D0 ബോർഡിലാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്? T0 ടി സ്ക്വയർ യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അത് വീണ്ടും കാണാതെ പഠിക്കേണ്ട വാല്യൂ അല്ല, നേരത്തെ പഠിച്ച വാല്യൂ തന്നെയാണ്. അപ്പോൾ T0 ടി സ്ക്വയറിൻ്റെ ബ്ലേഡ് ലെങ്ത് 1000 ആണ്. T1ൻ്റെത് 1000, T0 1500, T1 1000, T2 ആണെങ്കിൽ 700, T3 ടി സ്ക്വയറിൻ്റെ ആണെങ്കിൽ അതിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് 500 ആണ്. അപ്പോൾ ടി സ്ക്വയർ ഡെസിഗ്നേറ്റ് ചെയ്യുന്നത് എന്ത് വെച്ചിട്ടാണ്? അതിൻ്റെ ബ്ലേഡ് ലെങ്ത് വെച്ചിട്ടാണ്. അപ്പോൾ 4 തരത്തിലുള്ള ടി സ്ക്വയറുകളുണ്ട്. 1500 ഉള്ളത്, 1000 ഉള്ളത്, 700 ഉള്ളത്, 500 ഉള്ളത്. 1500 ഉള്ളതിനെ നമ്മൾ T0 എന്ന് വിളിക്കുന്നു, 1000 ഉള്ളതിനെ നമ്മൾ T1 എന്ന് വിളിക്കുന്നു, 700 ഉള്ളതിനെ നമ്മൾ T3 എന്നും, 500 ലെങ്ത് ഉള്ളതിനെ നമ്മൾ T3 എന്നും വിളിക്കുന്നു. T2 എന്നുള്ളത് 700 ആണ്. ഓക്കെ, അപ്പോൾ ഇത്രയും നമ്മൾ ടി സ്ക്വയർ 2 ഇൻസ്ട്രുമെൻറ്റ്സ് ആണ് പഠിച്ചത്. ഇനി അടുത്ത മൂന്നാമത്തെ ഇൻസ്ട്രുമെൻറ്റ് സെറ്റ് സ്ക്വയേഴ്സ് ആണ് നമ്മൾ അടുത്ത പഠിക്കുന്നത്. സെറ്റ് സ്ക്വയേഴ്സ് മൂന്നാമത്തെ ഇൻസ്ട്രുമെൻറ്റ്. നമുക്ക് 10-11ഓളം ഇൻസ്ട്രുമെൻറ്റ്സ് പഠിക്കാനുണ്ട്. അപ്പോൾ അതിനകത്ത് മൂന്നാമത്തെ ഇൻസ്ട്രുമെൻറ്റ് സെറ്റ് സ്ക്വയർ ആണ് പഠിക്കാനുള്ളത്. അപ്പോൾ സെറ്റ് സ്ക്വയർ നമ്മൾ കണ്ടിട്ടുണ്ടാവും. നമ്മളൊക്കെ പഠിക്കുന്ന സമയത്ത് 2 ടൈപ്പ് സെറ്റ് സ്ക്വയറുകൾ സ്ഥിരമായിട്ട് നമ്മൾ പരിചയപ്പെട്ടിട്ടുണ്ടാവും. ഈ 45 ഡിഗ്രിയുള്ള സെറ്റ് സ്ക്വയറും ഉണ്ട്, 30-60, അതായത് ഒരു സൈഡ് 30 ഡിഗ്രിയും മറ്റൊരു സൈഡ് 60 ഡിഗ്രിയുമുള്ള സെറ്റ് സ്ക്വയർ കണ്ടിട്ടാണ്. അപ്പോൾ സെറ്റ് സ്ക്വയറിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ അതിൻ്റെ ഒരു ആംഗിൾ എപ്പോഴും എന്തായിരിക്കും? 90 ഡിഗ്രി ആയിരിക്കും. ഒരു ആംഗിൾ 90 ഡിഗ്രി ആയിരിക്കും. അപ്പോൾ ഡിഫറെൻറ്റ് ആംഗിളുകൾ വരയ്ക്കാനാണ് മെയിനായിട്ട് നമ്മൾ ഈ സെറ്റ് സ്ക്വയറുകൾ ഉപയോഗിക്കുന്നത്. ഇപ്പോൾ 30 ഡിഗ്രി ആംഗിൾ, 60 ഡിഗ്രി ആംഗിൾ, 45 ഡിഗ്രി ആംഗിൾ, പ്രത്യേകിച്ചും ഇങ്ങനെയുള്ള ആംഗിൾസ് ഒക്കെ വരയ്ക്കാൻ വേണ്ടി നമുക്ക് സെറ്റ് സ്ക്വയർ യൂസ് ചെയ്യാം. സെറ്റ് സ്ക്വയർ നിങ്ങൾക്ക് എല്ലാവർക്കും പരിചയം ഉണ്ടായിരിക്കും. ഇനി സെറ്റ് സ്ക്വയറിനോട് ബന്ധപ്പെട്ട കാര്യം എന്ന് വെച്ചാൽ സെറ്റ് സ്ക്വയർ നോർമലി സെറ്റ് സ്ക്വയർ എന്തുകൊണ്ടാണ് ഉണ്ടാക്കുന്നതെന്ന് ചോദിച്ചാൽ സെറ്റ് സ്ക്വയർ ട്രാൻസ്പെയറൻറ്റ് സെല്ലുലോയിഡ് അല്ലെങ്കിൽ പ്ലാസ്റ്റിക് സെറ്റ് സ്ക്വയർ ആയിരിക്കും നമ്മൾ കണ്ടിട്ടുള്ളത്. അല്ലാതെ എബണൈറ്റ് അല്ലെങ്കിൽ തടി കൊണ്ടുള്ള സെറ്റ് സ്ക്വയറുകൾ അത്ര കോമൺ അല്ല. കാരണം വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളത് പ്ലാസ്റ്റിക് സെറ്റ് അല്ലെങ്കിൽ ട്രാൻസ്പെയറൻ്റ് ആയിട്ടുള്ള സെറ്റ് സ്ക്വയർ ആയിരിക്കും. അതുപോലെ കൂടുതലും നമ്മൾ 2 ടൈപ്പ് സെറ്റ് സ്ക്വയറുകളായിരിക്കും കാണുന്നത്. ഏത് സെറ്റ് സ്ക്വയർ ആയാലും അതിൻ്റെ 1 കോർണർ 90 ഡിഗ്രി. നേരത്തെ പറഞ്ഞതാണ്, ഒരു കോർണർ 60 ഡിഗ്രി ആയിരിക്കും. 2 തരത്തിലുള്ള സെറ്റ് സ്ക്വയർ ഉണ്ടെന്ന് പറഞ്ഞു. 60 ഡിഗ്രി 30 ഡിഗ്രി സെറ്റ് സ്ക്വയർ ഉണ്ട്. അതുപോലെ തന്നെ 45 ഡിഗ്രി സെറ്റ് സ്ക്വയറും ഉണ്ട്. ഓക്കെ, ഈ 60 ഡിഗ്രി 30 ഡിഗ്രി സെറ്റ് സ്ക്വയർ എന്ന് പറയുന്നതിൻ്റെ അതിൻ്റെ ഒരു സൈഡ് ലെങ്ത് ഇവിടെ തന്നിരിക്കുന്നത് 250 mm ലോങ്. അതിൻ്റെ ഒരു സൈഡ് ലെങ്ത് നോർമലി അതായത് കസ്റ്റം യൂസ് ചെയ്യുന്ന നമ്മുടെ സെറ്റ് സ്ക്വയറിൻ്റെ സൈഡ് ലെങ്ത്, അത് വേണമെങ്കിൽ നമുക്ക് നോട്ട് ചെയ്യാൻ പറ്റുന്നൊരു പോയിൻ്റാണ് 250 mm ലോങ്ങും. അതുപോലെ 45 ഡിഗ്രി ഉള്ള ആംഗിളുള്ള ആ ഒരു സെറ്റ് സ്ക്വയറിൻ്റെ സൈഡിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് 2 സൈഡുകളുടെ ലെങ്ത് 200 mm ആയിരിക്കും, 200 mm ആയിരിക്കും. 45 ഡിഗ്രി സെറ്റ് സ്ക്വയറിൻ്റെ 2 സൈഡിൻ്റെയും ലെങ്ത് 200 mm ആയിരിക്കും. അതേസമയം നമുക്ക് പറയാൻ പറ്റുന്ന 60 ഡിഗ്രി 30 ഡിഗ്രി ആംഗിളുള്ള സെറ്റ് സ്ക്വയറിൻ്റെ സൈഡ് ലെങ്ത്, ഒരു സൈഡിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് 250 mm ആയിരിക്കും, 250 മില്ലിമീറ്റർ ആയിരിക്കും. ഓക്കെ, അപ്പോൾ അത് നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇതിനകത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം. ഇനി എന്തൊക്കെയാണ് ഇതിനകത്ത് വരയ്ക്കാൻ പറ്റുന്നത്, എന്തൊക്കെയാണ് ഈ സെറ്റ് സ്ക്വയർ കൊണ്ടുള്ള ഉപയോഗം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആംഗിൾസ് മാർക്ക് ചെയ്യാനാണ്. ആംഗുലാർ ലൈൻസ് അല്ലെങ്കിൽ ആംഗിളുകൾ വെച്ചിട്ടുള്ള ലൈനുകൾ വരയ്ക്കാനാണ്. അത് മെയിനായിട്ടും
15ൻ്റെ മൾട്ടിപ്പിൾസ് ആയിട്ടുള്ള ലൈനുകൾ വരയ്ക്കാൻ ഹെൽപ്പ് ചെയ്യും. അതായത് 15 ഡിഗ്രി നമുക്ക് 30 ഡിഗ്രി വരയ്ക്കാൻ പറ്റും, 60 ഡിഗ്രി വരയ്ക്കാൻ പറ്റും, 45 ഡിഗ്രി വരയ്ക്കാൻ പറ്റും. അപ്പോൾ ഇതിൻ്റെ ഡിഫറൻസ് നോക്കിയാൽ, അതായത് 45-ൽ നിന്ന് 30 കുറച്ച് അത്ര 15 ഡിഗ്രി അല്ലേ. അപ്പോൾ 15 ഡിഗ്രി വരയ്ക്കാൻ പറ്റും, 30 ഡിഗ്രി വരയ്ക്കാൻ പറ്റും, 45 30-ഉം പിന്നെ ഒരു 15 കൂടെ വന്നു കഴിഞ്ഞാൽ 45, അല്ലെങ്കിൽ ഇവിടെ 45 ഉണ്ട്, 45 ഡിഗ്രി വരയ്ക്കാൻ പറ്റും. അതുപോലെ തന്നെ 60 ഡിഗ്രി വരയ്ക്കാൻ പറ്റും, ഇങ്ങനെ 75 ഡിഗ്രി വരയ്ക്കാൻ പറ്റും, 90 ഡിഗ്രി, ഇങ്ങനെ 15ൻ്റെ മൾട്ടിപ്പിൾ ആയിട്ടുള്ള ആംഗിളുകൾ വെച്ചിട്ടുള്ള ലൈൻസ് വരയ്ക്കാനാണ് കൂടുതലും എന്ത് യൂസ് ചെയ്യുന്നത്, നമ്മുടെ സെറ്റ് സ്ക്വയർ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു കാര്യം കൂടി ഓർത്തോളൂ. ആംഗിൾസും അതിൻ്റെ ഉപയോഗങ്ങളും എന്താണെന്നാണ് നമ്മൾ പറഞ്ഞത്, സെറ്റ് സ്ക്വയേഴ്സ് പറഞ്ഞു. ഇനി അടുത്ത പൊട്രാക്ടർ എന്താണ്? പൊട്രാക്ടർ ഈസ് ആൻ ഇൻസ്ട്രുമെൻറ്റ് ഫോർ മെഷറിങ് ആംഗിൾസ്. ആംഗിളുകൾ മെഷർ ചെയ്യാനാണ് യൂസ് ചെയ്യുന്നത്, ആംഗിളുകൾ മെഷർ ചെയ്യാൻ വേണ്ടിയാണ് യൂസ് ചെയ്യുന്നത്. ഇറ്റ് ഈസ് എ സെമി സർക്കുലർ ഓർ സർക്കുലർ ഇൻ ഷേപ്പ്. അപ്പോൾ ഷേപ്പ് ചോദിച്ചാൽ ചിലപ്പോൾ സെമി സർക്കുലർ ആയിരിക്കും, അല്ലെങ്കിൽ സർക്കുലർ ഷേപ്പ് ആയിരിക്കും ഉള്ളത്. മെയ്ഡ് ഓഫ് ഫ്ലാറ്റ് സെല്ലുലോസ് ഷീറ്റ്, അതായത് ട്രാൻസ്പെയറൻ്റ് ആയിട്ടുള്ള പ്ലാസ്റ്റിക് അല്ലെങ്കിൽ സെല്ലുലോസ് ഷീറ്റ് വെച്ചിട്ടായിരിക്കും. പ്ലാസ്റ്റിക് അല്ലെങ്കിൽ സെല്ലുലോസ് ഷീറ്റ് ആയിരിക്കും, ട്രാൻസ്പെയറൻ്റ് ആയിട്ടുള്ള മെറ്റീരിയൽ വെച്ചായിരിക്കും കൂടുതലായിട്ടും ഉണ്ടായിരിക്കുന്നത്. ദ ആംഗിൾ ക്യാൻ ബി സെറ്റ് ഓർ മെഷേർഡ് ഫ്രം ബോത്ത് സൈഡ്സ്. അതായത് നിങ്ങൾക്കറിയാം, ഈ റൈറ്റ് സൈഡിൽ നിന്നാണെങ്കിലും ലെഫ്റ്റ് സൈഡിൽ നിന്നാണെങ്കിലും നമുക്ക് ആംഗിൾസ് മെഷർ ചെയ്യാൻ പറ്റും. അലൈനിങ് ദ റെഫറൻസ് ലൈൻ വിത്ത് പോയിൻറ്റ് 0, പോയിൻറ്റ് O, അല്ലെങ്കിൽ ഈ പോയിന്റ് വെച്ച് അലൈൻ ചെയ്ത് നമുക്ക് ഏത് സൈഡിൽ നിന്ന് വേണമെങ്കിലും പൊട്രാക്ടറിൻ്റെ ആംഗിൾസ് നമുക്ക് മെഷർ ചെയ്യാൻ പറ്റും. അപ്പോൾ പൊട്രാക്ടർ നമ്മളെല്ലാവരും യൂസ് ചെയ്തിട്ടുള്ള ഒരു ഇൻസ്ട്രുമെൻറ്റാണ്. നമ്മൾ കൂടുതലും നമ്മുടെ പഠിക്കുന്ന സമയങ്ങളിൽ മാത്സിൻ്റെയൊക്കെ ഫിഗേഴ്സ് വരയ്ക്കാൻ വേണ്ടി നമ്മളെല്ലാവരും ഇങ്ങനെയുള്ള ഇൻസ്ട്രുമെൻറ്റ്സ് ഒക്കെ പരിചിതമായിരിക്കും. പക്ഷേ ഇതിനകത്തുള്ള ചില ടേമുകളും മറ്റ് ചില കാര്യങ്ങളും ആയിരിക്കും നമുക്ക് അത്രത്തോളം അറിയാൻ പറ്റാത്തത്. അപ്പോൾ ആ കാര്യങ്ങളാണ് നമ്മളിപ്പോൾ ഇവിടെ പഠിച്ചു പോകുന്നത്. അപ്പോൾ പൊട്രാക്ടറിൻ്റെ കാര്യമാണ് നമ്മൾ പറഞ്ഞത്. അപ്പോൾ ഇങ്ങനെ ഒരു ചോദ്യം വേണമെങ്കിൽ ചോദിക്കാം. ചോദിച്ചിട്ടുള്ള ചോദ്യമായതുകൊണ്ട് ഞാൻ ആ ചോദ്യം നോട്ട് ചെയ്ത് പറയുകയാണ്. ഡാഷ് ഈസ് യൂസ്ഡ് ഫോർ ഡിവൈഡിങ് എ സർക്കിൾ ഇൻറ്റു എനി നമ്പർ ഓഫ് ഈക്വൽ ആംഗുലാർ പാർട്സ്. ഒരു സർക്കിളിനെ എത്ര വേണമെങ്കിലും ഈക്വൽ നമ്പർ ഓഫ് ആംഗുലാർ പാർട്സ് എന്നാണ് ചോദ്യം. അതിന് യൂസ് ചെയ്യാൻ പറ്റുന്ന ഇൻസ്ട്രുമെൻ്റ് ഏത്? ഒരു സർക്കിൾ നമ്മളെടുത്തു, ഒരു സർക്കിളിനെ ഇപ്പോൾ നമുക്ക് 10 ഡിഗ്രിയുള്ള 10 ഡിഗ്രിയുള്ള കുറേ പോയിൻറ്റ്സ് ആയിട്ട് മാറ്റണം, അല്ലെങ്കിൽ 20 ഡിഗ്രിയുള്ള കുറേ പോയിൻറ്റ്സ് ആയിട്ട് മാറ്റണം. ഇങ്ങനെ വിച്ച് ഇൻസ്ട്രുമെൻറ്റ് ഈസ് യൂസ്ഡ് ഫോർ ഡിവൈഡിങ് എ സർക്കിൾ ഇൻറ്റു എനി നമ്പർ ഓഫ് ഈക്വൽ ആംഗുലാർ പാർട്സ് എന്നൊരു ചോദ്യം ചോദിച്ചാൽ നമുക്ക് പറയാൻ പറ്റുന്നത് പൊട്രാക്ടർ. ഇങ്ങനെയുള്ള ചെറിയ സിമ്പിളായിട്ടുള്ള ലോജിക്കൽ ക്വസ്റ്റ്യൻസ് ആയിരിക്കും നമുക്ക് ഇവിടെ നിന്ന് എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ 4 ഇൻസ്ട്രുമെൻറ്റ്സ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിച്ചു. അപ്പോൾ ഇതുപോലെ ബാക്കി ഇൻസ്ട്രുമെൻറ്റ്സ് ഒക്കെ നമുക്ക് പഠിക്കാനുണ്ട്. ഫ്രഞ്ച് കർവ്സ്, ലാർജ് കോമ്പസ്, ലാർജ് ട്രിവേഡർ, അതുപോലെ തന്നെ ബോ ഇൻസ്ട്രുമെൻറ്റ്സ്, പെൻസിൽസ്, ഗ്രേഡ്സ് ആൻഡ് സെലക്ഷൻ. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ പെൻസിലുകളെ പറ്റി എല്ലാം അറിയാമെന്നൊക്കെ വിചാരിക്കും, പക്ഷേ ഇതിനകത്ത് പെൻസിൽസിൻ്റെ ഡിഫറെൻറ്റ് ഗ്രേഡുകൾ, യൂസ് ചെയ്യുന്ന എത്ര തരത്തിലുള്ള പെൻസിലുണ്ട്, ഓരോ ടൈപ്പ് ലൈൻ വരയ്ക്കാൻ ഏത് ടൈപ്പ് പെൻസിൽ യൂസ് ചെയ്യും, അതുപോലെ ഡ്രോയിങ് ഷീറ്റിൻ്റെ ഡയമെൻഷൻസ് ഉൾപ്പെടെ നമുക്ക് പഠിക്കാനുണ്ട്. ഓരോന്നും A4, A0, അതുപോലെ അതിൻ്റെ ലെങ്ത്തിൻ്റെയും വിഡ്ത്തിൻ്റെയും റേഷ്യോ തുടങ്ങിയ കാര്യങ്ങൾ. പിന്നെ നമുക്ക് ഒരു ഡ്രോയിങ് ഷീറ്റിൻ്റെ ലേഔട്ട് എങ്ങനെയാണ് വരുന്നത്, പിന്നെ ടൈപ്സ് ഓഫ് ലൈനുകളുടെ പ്രത്യേകത, എവിടെ യൂസ് ചെയ്യുന്ന ലൈൻസ് ആണ്, ലെറ്ററിങ് എന്താണ്, ഇങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് ഡയമെൻഷനിങ്, യൂണിറ്റ്സ് ഓഫ് ഡയമെൻഷനിങ്, ഇങ്ങനെ കുറേ കാര്യങ്ങൾ നമുക്ക് ഇതിനകത്ത് ബേസിക്സ്, അതായത് എഞ്ചിനീയറിംഗ് ഗ്രാഫിക്സിൻ്റെ ബേസിക്സ് ആയിട്ട് കുറേ കാര്യങ്ങൾ പഠിക്കാനുണ്ട്. അതുപോലെ ഫൈനലി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ജോമെട്രിക്കൽ ഫിഗേഴ്സ് ചോദിക്കാറുണ്ട്, കോണിക് സെക്ഷൻസ് കുറച്ച് ചോദിക്കാറുണ്ട്, പ്രൊജക്ഷൻസ്, വ്യൂസ്, സ്കെയിൽസ്, ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ ഇത്രയും ഇന്നത്തെ ക്ലാസ് സെഷനിൽ നമ്മൾ ഫസ്റ്റ് ചാപ്റ്റർ ആയിട്ടുള്ള ഡ്രോയിങ് ഇൻസ്ട്രുമെൻറ്റ്സിലെ ഒരു 4 ഇൻസ്ട്രുമെൻറ്റ്സ് ആണ് പഠിച്ചത്. അപ്പോൾ ഇതെല്ലാവർക്കും മനസ്സിലായെന്ന് കരുതുന്നു. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് അടുത്തൊരു ദിവസം കാണാം. ഓക്കെ, താങ്ക് യു.